നമസ്കാരം. ഏവർക്കും മലയാള സാഹിത്യ ലോകത്തിലേക്ക് സ്വാഗതം. കേൾക്കാം ബെന്യാമിൻ്റെ ആടുജീവിതം. പിന്നെ എപ്പോഴോ അർബാബ് തട്ടി വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. കണ്ണു തുറന്നപ്പോൾ ചുറ്റും കണ്ണിൽ കുത്തിക്കയറുന്ന ഇരുട്ട് മാത്രം. എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് ഒരെത്തുപിടിയും കിട്ടുന്നില്ല. കണ്ണ് കാഴ്ചയിലേക്ക് തെളിഞ്ഞു വരാൻ പിന്നെയും കുറേ നേരമെടുത്തു. ഹക്കീം അപ്പോഴും യാതൊരു ബോധവുമില്ലാതെ ഉറക്കത്തിലായിരുന്നു. അർബാബ് ദേഷ്യത്തോടെ പിന്നെയും അഴിയിൽ തട്ടി ശബ്ദമുണ്ടാക്കി. ഹക്കീം പിടഞ്ഞെണീറ്റു. പുറത്തേക്കിറങ്ങാൻ അർബാബ് കൈ കാണിച്ചു. ഞാൻ എൻ്റെ ബാഗ് തപ്പിപ്പിടിച്ച് എഴുന്നേറ്റപ്പോൾ ഞാനല്ല ഹക്കീമാണെന്ന് അർബാബ് കൈ ചൂണ്ടി. ഉറക്കപ്പിച്ചിയിൽ അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അർബാബ് ദേഷ്യം പിടിച്ച കാട്ടുപൂച്ചയെപ്പോലെ എന്തോ ഒന്ന് മുരണ്ടു. ഞങ്ങൾ രണ്ട് പാവങ്ങളല്ലേ അർബാബ്, ഒന്നും ഏതും അറിയാത്ത രണ്ടുപേർ. ഞങ്ങളോടിങ്ങനെ അകാരണമായി ചൂടായാലെങ്ങനെ? അർബാബിനറിയാമോ, വല്ലാതെ വിശക്കുന്നുണ്ട്, അതിലേറെ ദാഹവുമുണ്ട്. ഇങ്ങനെ പട്ടിണി കിടന്ന ഒരു ദിവസം ജീവിതത്തിൽ ഓർമ്മയില്ല. നല്ല സ്വീകരണം തന്നെ. അതിനിടയിലാണ് അങ്ങയുടെ അനാവശ്യമായ ദേഷ്യപ്പെടൽ. അല്ല, ഞങ്ങളെന്തിനെ പാവം അർബാബിനെ പഴിക്കുന്നു? അയാൾക്കും കാണില്ലേ ക്ഷീണവും ദാഹവും വിശപ്പുമൊക്കെ. ഞങ്ങളെ സ്വീകരിക്കാനായി എത്ര മണിക്കൂർ മുൻപ് പുറപ്പെട്ടതായിരിക്കണം. ഞങ്ങളാണെങ്കിൽ വിമാനത്തിലാണ് യാത്ര ചെയ്തതെന്ന് വെക്കാം. ഇത്രയും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഈ അറുപഴഞ്ചൻ വണ്ടി ഓടിച്ചതിൻ്റെ ക്ഷീണം വേറെയും കാണും. വിമാനത്തിലും വണ്ടിയിലുമായി ഞങ്ങൾ കുറേയൊക്കെ ഉറങ്ങുകയെങ്കിലും ചെയ്തു. അർബാബോ അതുപോലുമില്ല. ഞങ്ങൾ ഒരിടത്ത് ആക്കിയിട്ട് വേണമായിരിക്കും അർബാബിന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ, ഇത്തിരി ആഹാരം കഴിക്കാൻ, ഒന്ന് നടന്നിവർത്താൻ. ദേഷ്യപ്പെട്ടോളൂ അർബാബ്, ആവശ്യത്തിന് ദേഷ്യപ്പെട്ടോളൂ. വണ്ടി നിർത്തിയത് അറിയുക പോലും ചെയ്യാതെ ഉറങ്ങിപ്പോയതിന് ഞങ്ങൾ തന്നെയാണ് കുറ്റക്കാർ. ഹക്കീം ബാഗും തൂക്കി പുറത്തേക്ക് ചാടി. തികച്ചും ഒരു വെളിമ്പ്രദേശത്താണ് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. കാഴ്ചവട്ടത്തെങ്ങും ഒരു കെട്ടിടമോ വൃക്ഷമോ കാണാനില്ല. അങ്ങ് ദൂരെ ഇരുണ്ട ആകാശത്തിൽ വരച്ച ഒരു ഭൂപടം പോലെ ഒരു കുന്നിൻ ചെരുവോ പാറക്കെട്ടോ എന്തോ ഒന്ന് കാണാം. എൻ്റെ പടച്ചോനെ, എവിടെയാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നൊരു നിലവിളി എൻ്റെ നെഞ്ചിൽ കലങ്ങി. അർബാബ് ഇരുട്ടത്ത് ചിരപരിചിതനെ പോലെ മുന്നിൽ നടന്നു. മടിച്ച് ഹക്കീം ബാഗ് തൂക്കി അർബാബിനെ പിന്തുടർന്നു. ഷടാ, ഞാനും ഹക്കീമും ഒരു കമ്പനിയിലേക്കല്ലേ വന്നത്? ഞങ്ങൾ ഒന്നിച്ചല്ലേ കഴിയേണ്ടതും ജോലി ചെയ്യേണ്ടതും? പിന്നെന്തിനാണ് അർബാബ് അവനെ ഈ ഇരുട്ടത്തിറക്കിയത്? എന്നെ എന്തിനാണ് ഈ വണ്ടിയിൽ തന്നെ ഇരുത്തിയിരിക്കുന്നത്? ഈ രാത്രിയിൽ അവനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പടച്ചോനെ, അവൻ്റെ ഉമ്മ എന്നെ ഏൽപ്പിച്ചാണ് വിട്ടിരിക്കുന്നത്. അർബാബേ, എൻ്റെ കശ്മല, നീ ആ പാവം പിടിച്ചവനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? രണ്ടും കൽപ്പിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ബാഗ് എടുത്തു. പിന്നെ അർബാബിൻ്റെയും ഹക്കീമിൻ്റെയും പിന്നാലെ ഓടിച്ചെന്നു. അർബാബ് ഒന്ന് തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണുകൾ ആ രാത്രിയിലും ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ മലയാളത്തിൽ എന്തൊക്കെയോ ചോദിച്ചു. ആംഗ്യം കൊണ്ടും ദേഷ്യം കൊണ്ടും അയാൾ എന്നെ വണ്ടിയിലേക്ക് തിരിച്ചോടിക്കാൻ ശ്രമിച്ചു. ഞാൻ പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾ അരയിൽ നിന്ന് ബെൽറ്റൂരി ആകാശത്തിലൊരു ചുഴറ്റി. അതിൻ്റെ രക്തമിറ്റുന്ന ശീൽക്കാരം പേടിപ്പെടുത്തുന്നതായിരുന്നു. മടിച്ച് ഞാൻ വണ്ടിയിലേക്ക് മടങ്ങിപ്പോന്നു. ഏതു കൂരിരുട്ടിലും വെളിമ്പ്രദേശത്തിന് ഒരു വെളിച്ചമുണ്ട്. ആകാശത്തിലും ഭൂമിയുടെ അങ്ങേക്കോണിലും എവിടേക്കോ തട്ടി ബാക്കിയാവുന്ന ഒരു വെളിച്ചക്കീറ്. ആ വെളിച്ചത്തിലേക്ക് കണ്ണു തെളിഞ്ഞു വന്നപ്പോൾ എനിക്ക് കാഴ്ച കുറെ കൂടി ദൂരത്തിലേക്ക് കാണാമെന്നായി. കമ്പിവേലി കൊണ്ട് മറിച്ച ഒരു ചുറ്റുവളപ്പിൻ്റെ ഇരുമ്പ് ഗേറ്റിന് മുന്നിലാണ് അർബാബ് ചെന്ന് നിന്നത്. നീളൻ കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു താക്കോൽ തപ്പിയെടുത്ത് താഴെ തുറന്ന് ഹക്കീമിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നത് കണ്ടു. അകത്തെ കാഴ്ചകൾ എന്തെന്നറിയാൻ എനിക്ക് അതിയായ ആകാംക്ഷ, പേടി നിറഞ്ഞത് ഉണ്ടായിരുന്നെങ്കിലും അതിനു മാത്രം വെളിച്ചം ആകാശത്തിനില്ലായിരുന്നു. ആ അന്തരീക്ഷത്തിൽ എനിക്ക് ആകെ വേർതിരിച്ചറിയാവുന്നത് എന്നേ വരെ ഞാൻ മണത്തിട്ടില്ലാത്ത എന്തോ ഒരു മുഷുടുപാടയാണ്. ഒരുപക്ഷെ അർബാബിൻ്റെ മണം. മരുഭൂമിയിലൂടെയാണ് ഇത്രയും നേരം വണ്ടി ഓടിച്ച് വന്നതെന്ന് എൻ്റെ സാമാന്യ ബുദ്ധിക്ക് ആലോചിക്കാൻ കഴിയും. എങ്കിൽ ഇത് മരുഭൂമിയുടെ മണമാണോ? മരുഭൂമിക്ക് അങ്ങനെയൊരു മണമുണ്ടോ? ആഴക്കടലിന് ഒരു മണമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നത് പോലെ അന്തരീക്ഷം മുഴുവൻ ആ മണം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വണ്ടി നിർത്തിയതു മുതൽ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യം വണ്ടി ഉയർത്തിയ പൊടിപടലത്തിൻ്റെതാണെന്നാണ് കരുതിയത്. ഇപ്പോൾ അത് കുറെ കൂടി വ്യക്തമാണ്. അർബാബ് ഹക്കീമിനെയും കൊണ്ട് കയറിപ്പോയ കമ്പിവേലിയുടെ ഭാഗത്ത് നിന്നുമാണ് അത് വരുന്നത്. എല്ലുപൊടിയുടെയും ചാണകത്തിൻ്റെയും മിശ്രിത ഗന്ധം പോലെ. ഇനി വല്ല എല്ലുപൊടി ഫാക്ടറിയിലുമാണോ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്? എങ്കിലതിൻ്റെ കെട്ടിടങ്ങളെവിടെ? മെഷീനുകളെവിടെ? എല്ലിൻ കൂനകളെവിടെ? അതിൻ്റെ പുകക്കുഴലുകളെവിടെ? ആർക്കറിയാം? അർബാബിൻ്റെ മടങ്ങിവരവും പ്രതീക്ഷിച്ച് ഞാൻ വണ്ടിയുടെ പുറകിൽ കാത്തിരുന്നു. എന്നെ ശരിക്കും പേടി ബാധിച്ചു കഴിഞ്ഞിരുന്നു. എന്തോ അപകടത്തിലേക്കാണ് ഞാൻ വന്നു കയറിയിരിക്കുന്നതെന്ന് ഒരു തോന്നൽ. ഹക്കീം അർബാബിൻ്റെ തടവറയിൽ ആയതുപോലെ. അടുത്തത് എൻ്റെ ഊഴമാണ്. എന്നെ മറ്റേതെങ്കിലും തടവറയിൽ പൂട്ടാനായിരിക്കും അയാളുടെ പദ്ധതി. അതിനു മുൻപ് ഓടി രക്ഷപ്പെടുക, ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുക. പക്ഷെ എങ്ങോട്ട്? ചുറ്റോട് ചുറ്റും നീണ്ട വിശാലതയല്ലാതെ മറ്റൊന്നും ദൃശ്യമല്ല. ഓടിയാൽ വഴിയറിയാതെ ദിക്കറിയാതെ ഈ മരുഭൂമിയിൽ അലഞ്ഞ് ചാവുകയുള്ളൂ. ഇപ്പോൾ തന്നെ ദാഹവും വിശപ്പും എനിക്ക് സഹിക്കാനാവുന്നില്ല.
എങ്കിൽ പിന്നെ എത്ര ദൂരം എനിക്ക് താണ്ടി മറയാനാവും? ഓടിപ്പോകാനുള്ള അതിയായ കൊതിയോടെ, എന്നാൽ തെല്ലും ചലിക്കാതെ ഞാൻ ആ വണ്ടിയുടെ പിന്നിലിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അർബാബ് തനിയെ ഇറങ്ങി വന്നു. ഗേറ്റ് പുറത്തുനിന്നും പൂട്ടി. ഞാൻ വണ്ടിയുടെ പിന്നിൽ നിന്നും ചാടി ഇറങ്ങി അർബാബിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് ഹക്കീം എവിടെയെന്ന് തിരക്കി. അർബാബ് മുഖം ചുളിച്ച് എന്നെ ഒന്ന് നോക്കിയ ശേഷം വണ്ടിയിലേക്ക് നടന്നു. നടത്തത്തിനിടെ അർബാബ് എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. എല്ലാം അറബിയിലായിരുന്നതുകൊണ്ട് തീർച്ചയായും എനിക്കൊരു ചുക്ക് മനസ്സിലായില്ല. അർബാബ് ചെന്ന് വണ്ടിയിൽ കയറി. ഞാനും ഓടിച്ചെന്ന് പിന്നിൽ കയറി. വണ്ടി കഷ്ടിച്ച് 1 കിലോമീറ്റർ സഞ്ചരിച്ചു കാണും. അവിടെ നിന്നു. അർബാബ് ഇറങ്ങി. ഞാനും. അതും ഒരു വെളിമ്പ്രദേശമായിരുന്നു. അർബാബ് നടന്ന ദിശയിലേക്ക് ബാഗും തൂക്കി ഞാനും നടന്നു. കുറച്ചകലെ മാറി ഒരു കൂടാരം എൻ്റെ കണ്ണിൽപ്പെട്ടു. അർബാബിൻ്റെ ലക്ഷ്യം അതാണെന്ന് എനിക്ക് മനസ്സിലായി. വെളിമ്പ്രദേശത്തിൻ്റെ സ്വത്വസിദ്ധമായ വെളിച്ചമല്ലാതെ കൂടാരത്തിനും പ്രത്യേക വെളിച്ചമൊന്നും കണ്ടില്ല. ഞങ്ങൾ നടന്ന് കൂടാരത്തിനടുത്തെത്തിയപ്പോൾ അതിൽ നിന്ന് മറ്റൊരു അർബാബ് അറബി വേഷത്തിൽ ഇറങ്ങി വന്നു. ശരിക്കും പുരാതന അറബിക്കഥയിൽ നിന്നും ഇറങ്ങി വരുന്നതുപോലെ ഒരു കുറുകിയ അർബാബ്. വേഷവും മണവുമൊക്കെ എൻ്റെ സ്വന്തം അർബാബിനേക്കാൾ മോശം. അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. പിന്നെ എന്നെ പുതിയ അർബാബിനെ ഏൽപ്പിച്ച ശേഷം എൻ്റെ സ്വന്തം അർബാബ് വണ്ടിയിലേക്ക് തിരിച്ചുപോയി. ഹക്കീമിനെയും ഇതുപോലെ മറ്റേതെങ്കിലും അർബാബിനെ ഏൽപ്പിച്ചിട്ടാവും സ്വന്തം അർബാബ് വന്നിരിക്കുന്നത് എന്നോർത്തപ്പോൾ അല്പം ആശ്വാസം തോന്നി. എട്ടുമുട്ടും തിരിയാത്ത ചെറുക്കനാണ്. അവനെ വല്ല ഇരുട്ടുമുറിയിലും പൂട്ടിയിട്ട് കളഞ്ഞോ എന്നായിരുന്നു എൻ്റെ പേടി. കൂടാരത്തിന് തെല്ല് ദൂരത്തായി കമ്പിവേലികളുടെ ഒരു നീണ്ട നിര തന്നെ കാണാമായിരുന്നു. ഹക്കീമിനെ കൊണ്ടുവറിയ കമ്പിവേലിക്കകത്ത് നിന്നെന്നെ പോലെ അവിടെയും ഒരു മുഷടുവാടയുടെ പ്രഭവകേന്ദ്രമായിരുന്നു. പിന്നെ എന്തൊക്കെയോ തിരിച്ചറിയാനാവാത്ത നിഴലിണക്കങ്ങളുടെയും. അവിടേക്ക് കൈ ചൂണ്ടിക്കാണിച്ചിട്ട് എൻ്റെ പുതിയ അർബാബ് സ്വന്തം കൂടാരത്തിനുള്ളിലേക്ക് കയറിപ്പോയി. 4 വശവും തുറന്ന ഒരു കൂടാരമായിരുന്നു അത്. ഒരു കട്ടിലല്ലാതെ മറ്റെന്തെങ്കിലും അതിനുള്ളിലുള്ളതായി കാണാൻ കഴിഞ്ഞില്ല. പുതിയ അർബാബ് ചെന്ന് ആ കട്ടിലിൽ കയറി കിടന്നു. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എന്നാലും എൻ്റെ അർബാബുമാരെ, കണ്ണിൽ ചോരയില്ലാതെ എന്നെ ഇങ്ങനെ ഇവിടെ ഈ ഇരുട്ടത്ത് കൂടാരത്തിന് മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഒരു വാക്കുപോലും ഉരിയാടാതെ നിങ്ങളൊരു പോക്ക് പോയി കളഞ്ഞല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഗൾഫിൽ വരുന്നതെന്ന് നിങ്ങൾക്കറിയാതെയാണോ? നീ ആഹാരം കഴിച്ചതാണോ? നിനക്ക് ദാഹിക്കുന്നുണ്ടോ? നിനക്ക് വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടതായിരുന്നില്ലേ? എനിക്കെൻ്റെ താമസ സ്ഥലം കാണിച്ചു തരികയും എന്നെ എൻ്റെ സഹപ്രവർത്തകർക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്യേണ്ടതായിരുന്നില്ലേ? ഇതിനാണോ ഞാൻ പണ്ടേ കേട്ടറിഞ്ഞിട്ടുള്ള അറബികളുടെ ആതിഥ്യ മര്യാദ? എൻ്റെ അർബാബേ, നിങ്ങളെന്തൊരു അർബാബാണ്! ചതിക്കല്ലേ. നിങ്ങളാണെൻ്റെ ഭാവി. നിങ്ങളിലാണെൻ്റെ സ്വപ്നം. നിങ്ങളിലാണെൻ്റെ പ്രതീക്ഷ. എത്ര നേരം ആ ഇരുട്ടത്ത് അങ്ങനെ നിന്നു എന്നെനിക്കറിയില്ല. ഇപ്പോൾ പോയ സ്വന്തം അർബാബ് ഒരുപക്ഷെ എനിക്കുള്ള ആഹാരവുമായി തിരിച്ചു വന്നേക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നിരിക്കണം. പക്ഷേ അങ്ങനെ അവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് ബോധ്യപ്പെട്ട നിമിഷത്തിൽ കൂടാരത്തിനുള്ളിലെ അർബാബ് കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് ഞാൻ നടന്നു. എൻ്റെ താമസ സ്ഥലം അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷേ അവിടെ ഒരു കെട്ടിടം പോയിട്ട് ഒരു കൂടാരം പോലും ഉള്ളതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളൊന്ന് ആളി. എൻ്റെ സ്വന്തം അർബാബ് കിടക്കുന്നത് മരുഭൂമിക്ക് നടുവിൽ, ഇങ്ങനെ 4 വശവും തുറന്ന ഒരു കൂടാരത്തിനുള്ളിലാണെങ്കിൽ എവിടെയാവും എൻ്റെ കിടപ്പ്? കമ്പിവേലിക്കടുത്ത് വേവലാതിയോടെ ഞാൻ നടന്നു. കമ്പിവേലിക്കുള്ളിൽ ചില നിഴലുകളുടെ അനക്കങ്ങളും ചിനയ്ക്കലുകളും ചാട്ടങ്ങളും എനിക്ക് കാണാനായി. പെട്ടെന്ന് എൻ്റെ വരവ് തിരിച്ചറിഞ്ഞിട്ടെന്നോണം അകത്തുനിന്ന് ഒരു കരച്ചിൽ കേട്ടു. ഒരു നേർത്ത ചുണുങ്ങിക്കരച്ചിൽ. അതൊരു ആടിൻ്റെ കരച്ചിലായിരുന്നു. ഞാൻ കമ്പിവേലിക്കകത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആടുകൾ, 100 കണക്കിന് ആടുകൾ. കടലുപോലെ ഇളകിമറിയുന്ന ആടുകളുടെ ഒരു നീണ്ട നിര. പെട്ടെന്ന് എൻ്റെ തൊഴിലിനെപ്പറ്റി ഒരു ഏകദേശ ധാരണ, ഒരു ആകാശഭീതി പോലെ എൻ്റെ മനസ്സിൽ വന്ന് പതിച്ചു. ആ ഭീതിയുടെ കൊടുനിഴലിൽ ഞാൻ കമ്പിവേലിയുടെ അരികത്തുപറ്റി പിന്നെയും മുന്നോട്ട് നടന്നു. ഒരു 3-4 ചുവട് വച്ചതേയുള്ളൂ. എൻ്റെ കൺമുമ്പിൽ കമ്പിവേലിയോട് ചേർന്ന് ഒരു കട്ടിൽ. അതിലൊരു മനുഷ്യൻ കൂനിപ്പിടിച്ചിരിക്കുന്നു. ആ രൂപം കണ്ട് ഞാൻ സ്തംഭിച്ചു നിന്നുപോയി. ശരീരത്തെ ബാധിച്ച നേർത്ത വിറയലോടെ ഞാൻ ആ ഭീകരരൂപിയുടെ അടുത്തേക്ക് ചെന്നു. വർഷങ്ങളായി കൊടുംവനങ്ങളിൽ കഴിഞ്ഞ കാട്ടാളനെപ്പോലെ ജടപിടിച്ച മുടി, വയറോളം താഴ്ന്നു വളർന്നിരിക്കുന്ന താടിരോമങ്ങൾ, മുഷിഞ്ഞതിൽ മുഷിഞ്ഞതായ ഒരു അറബി വസ്ത്രം, പിന്നെ അടുത്തു ചെല്ലാനാവാത്ത മുഷടുഗന്ധവും. ഞാൻ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ടിട്ടും ആ രൂപത്തിന് ഒരു അനക്കവുമില്ല. പ്രതിമയാണോ, മരിച്ചതാണോ, മനുഷ്യൻ തന്നെയാണോ എന്നൊരാന്തൽ ഒരു നിമിഷത്തേക്ക് എനിക്കുണ്ടായി. എന്നാൽ നനച്ചിരിക്കാതെ ആ രൂപത്തിൽ നിന്നും ഒരു ചിരി ഉയർന്നു. വളരെ അയഞ്ഞ ഒരു പൊട്ടിച്ചിരി. എന്തായിരുന്നു ആ ചിരിയുടെ അപ്പോഴത്തെ അർത്ഥവും സംഘാതവുമെന്ന് അന്നും ഇന്നും എനിക്കറിഞ്ഞുകൂടാ. ചിരിക്ക് ശേഷം ഹിന്ദിയിൽ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. സ്കൂൾ പഠനം 5-ാം ക്ലാസ്സിൽ അവസാനിച്ചിരുന്നതിനാലും ഹിന്ദി പഠിക്കേണ്ട ഒരു സാഹചര്യം പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ സംജാതമാകാതിരുന്നതിനാലും എനിക്കൊന്നും മനസ്സിലായില്ല.
ഒരുപക്ഷെ ഹിന്ദിയേക്കാൾ എനിക്ക് കൂടുതൽ മനസ്സിലാവുമായിരുന്ന ഭാഷ അറബിയായിരിക്കണം. പക്ഷേ ആ വർത്തമാനത്തിൽ സഹതാപമുണ്ടായിരുന്നു, പുച്ഛമുണ്ടായിരുന്നു, സങ്കടമുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു, പരിഹാസമുണ്ടായിരുന്നു, വിധിയോർത്തുള്ള വിലാപവും നിലവിളിയും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. വികാരങ്ങൾക്ക് ഭാഷ വേണ്ടല്ലോ. പിന്നെ ആ രൂപം വെട്ടിയിട്ടതുപോലെ കട്ടിലേക്ക് വീണു മാണ്ടു കിടന്നുറങ്ങി. അല്പനേരത്തിനകം ആ രൂപത്തിൽ നിന്നും കനത്ത കൂർക്കം വലി ഉയർന്നത് ഞാൻ കേട്ടു. എത്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തെപ്പറ്റിയും എടുക്കേണ്ട തൊഴിലിനെപ്പറ്റിയും ഒരു ഏകദേശ ധാരണ എനിക്കപ്പോൾ തന്നെ കിട്ടി. ഭാവിയിലെ മറ്റൊരു ഭീകരരൂപിയായി മാറുന്ന എന്നെപ്പറ്റി ഞാൻ ഒരു നിമിഷം ഞെട്ടലോടെ ഓർത്തു. പക്ഷേ അതിനു മുൻപ് രക്ഷപ്പെടണം. എവിടേക്ക്? എങ്ങോട്ടെങ്കിലും. എങ്ങനെ? എങ്ങനെയും. ഇപ്പോൾ ഈ നിമിഷം തന്നെ. അർബാബ് കൂടാരത്തിനുള്ളിൽ ഉറക്കമായി കഴിഞ്ഞിരിക്കണം. ഭീകരരൂപി ഇവിടെയും ഉറക്കമായി കഴിഞ്ഞു. മറ്റാരും എന്നെ കാണില്ല. ഓടിയാൽ എവിടെ വരെ ഞാൻ ഓടും? ഏതു വഴി? ഏതു ദിശയിൽ? ഏതു ദേശത്തേക്ക്? ഒന്നും എനിക്കറിഞ്ഞുകൂടാ. നഗരത്തിൽ നിന്നും ഈ വണ്ടിയിൽ യാത്ര ചെയ്ത ദൂരവും സമയവും ഞാൻ എത്തിപ്പെട്ടിരിക്കുന്ന ഇടത്തെപ്പറ്റി ഒരേകദേശ ധാരണയുടെ ഭീതി എന്നിൽ ഉണർത്തിവിട്ടു. ആ ചിന്ത തന്നെ എങ്ങോട്ടും പോകാനാവാതെ എന്നെ അവിടെ തളച്ചിടുകയും ചെയ്തു. രാത്രി പിടികിട്ടാത്ത വിധം ഒത്തിരി വളർന്നു കഴിഞ്ഞിരുന്നു. രാത്രിയിലെ മരുക്കാറ്റിന് നാട്ടിലെ മകരമാസത്തിലെ തണുപ്പുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ തളർന്നു പോകുന്ന യാത്രാക്ഷീണവും. ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും കാര്യം പറയാതിരിക്കുന്നതാവും നല്ലത്. നാട്ടിലാണെങ്കിൽ 9 ആവുമ്പോൾ അത്താഴമുണ്ട് കണ്ണടയ്ക്കുന്നതാണ് പതിവ്. കിടക്കാനോ ഇരിക്കാനോ ഒരിടമില്ലാതെ ഞാൻ ആ വെളിമ്പ്രദേശത്തു തരിച്ചു നിന്നു. പിന്നെ കാലുകഴച്ചപ്പോൾ ബാഗ് പതിയെ ഭീകരരൂപയുടെ കട്ടിലിനരികെ വെച്ച് അതിന് മുകളിലിരുന്നു. ഉമ്മ തന്നയച്ച, സൈനു തന്നയച്ച അച്ചാർ എന്നൊക്കെയുള്ള വിചാരങ്ങൾ എപ്പോഴേ പോയി കഴിഞ്ഞിരുന്നു. അവിടെയായിരുന്നു ഞാൻ ചുറ്റുപാടും ഒരിക്കൽ കൂടി വീക്ഷിച്ചു. കമ്പിവേലിക്കരികിലായി വലിയൊരു ടാങ്ക് എൻ്റെ കണ്ണിൽപ്പെട്ടു. ഞാൻ എഴുന്നേറ്റ് അതിൻ്റെ അരികിലേക്ക് ചെന്നു. അതിനടിയിൽ വെള്ളം പിടിക്കാൻ പാകത്തിൽ 2 or 3 ടാപ്പുണ്ടായിരുന്നു. കൊതിയോടെ ആർത്തിയോടെ ഞാനതിൻ്റെ പിടിതിരിച്ചു. അതിൽ നിന്നും തണുത്ത വെള്ളം ഒഴുകാൻ തുടങ്ങി. ആർത്തിയോടെ ഞാനത് മുത്തിക്കുടിച്ചു. ദാഹം നിറയെ, വയറു നിറയെ ഞാൻ വെള്ളം കുടിച്ചു. പിന്നെ ഒരിക്കലും കിട്ടിയില്ലെങ്കിലോ എന്ന ഭീതിയോടെ അതിൻ്റെ പിറ്റേന്നേക്കും വേണ്ടത്ര വെള്ളം കുടിച്ചു. അപ്പോൾ തോന്നിയ ഒരാശ്വാസം! എൻ്റെ പടച്ചോനെ, ഞാനെങ്ങനെ പറഞ്ഞറിയിക്കും? കുറച്ചു നേരത്തേക്ക് ഞാൻ ആ ടാങ്കിൻ്റെ മുന്നിൽ തളർന്നിരുന്നു പോയി. പിന്നെ എഴുന്നേറ്റ് ഭീകരരൂപയുടെ കട്ടിലിനരികിൽ പോയി ഇരുന്നു. ക്ഷീണം സഹിക്കാതെ വയ്യപ്പോൾ നിലത്ത് മണ്ണിൽ കിടന്നു. എൻ്റെ ബാഗ് തലയണയാക്കി. ആ കിടപ്പിൽ പുറം വേദനിച്ചപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചു. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എനിക്ക്! AC വണ്ടി, AC മുറി, പതുപതുത്ത മെത്തക്കെട്ടിൽ, അതിനരികിൽ TV. ഇപ്പോഴത്തെ ഈ തുറന്നു കിടപ്പിൽ ഞാൻ ചിരിക്കുകയല്ലാതെ മറ്റെന്തു ചെയ്യും? മറ്റൊരു ഗൾഫ് മലയാളിയുടെ ജീവിതവും സ്വപ്നങ്ങളും തമ്മിൽ ഇത്ര വലിയ അന്തരമുണ്ടെന്ന് ഇത്ര വേഗം ബോധ്യപ്പെട്ടു കാണില്ല. അങ്ങനെ ഗൾഫിലെ എൻ്റെ ആദ്യ രാത്രി വലിയൊരു പാരിഹാസ്യതയിലാണ് അവസാനിച്ചത്. 100 കണക്കിന് ആടുകളുടെ ഒന്നിച്ചുള്ള കരച്ചിലും ബഹളവുമാണ് കാലത്തെന്നെ ഉണർത്തിയത്. കണ്ണു തുറന്നപ്പോൾ ഭൂമി പ്രകാശമാനമായി കഴിഞ്ഞിരുന്നു. വെയിൽ പരന്നിട്ടില്ല എന്നേയുള്ളൂ. ഞാൻ പതിയെ നിലം വിട്ട് എഴുന്നേറ്റു. മണ്ണിലെ കിടപ്പ് കാരണം ദേഹം നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. മരുഭൂമിയിലെ തണുപ്പിനെ പൊതിയാൻ രാത്രിയിൽ എപ്പോഴോ ബാഗിൽ നിന്നും ഞാനൊരു പുതപ്പെടുത്ത് പുതച്ചിരുന്നു. എപ്പോഴെന്ന് എനിക്കു തന്നെ ഓർമ്മയില്ല. അത് മണ്ണിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. രാത്രിയിൽ കണ്ട ഭീകരരൂപിയെ കട്ടിലിൽ കാണുന്നുണ്ടായിരുന്നില്ല. ഭീകരരൂപി എന്നത് എൻ്റെ ഒരു വെറും രാത്രി സ്വപ്നം മാത്രമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ കട്ടിലിൽ കയറിയിരുന്നു ചുറ്റും നോക്കി. ഒരുപക്ഷേ രാത്രി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഏറെ ആടുകൾ അവിടെയുണ്ടായിരുന്നു. ചുറ്റുവേലി വളരെയേറെ ദൂരത്തേക്ക് വിസ്തൃതി പ്രാപിച്ചു കിടക്കുന്നു. അവ കഷ്ണം കഷ്ണമായി തിരിച്ചിരിക്കുന്നു. ഓരോ കഷ്ണത്തിലും 100 കണക്കിന് ആടുകൾ. അതിനപ്പുറം നീണ്ടു വിരിഞ്ഞു കിടക്കുന്ന മരുഭൂമി. അതിങ്ങനെ നീണ്ടു അങ്ങ് ചക്രവാളത്തിൽ ചെന്ന് തുടങ്ങുന്നു. മരത്തിൻ്റെ ഒരു നിഴൽ പോലുമില്ല ആ കാഴ്ചയെ തടുക്കാൻ. ഒരു വശത്തു മാത്രം അല്പം വലിയൊരു കുന്നുണ്ട്. ബാക്കിയെല്ലാം 2 ആൾ 3 ആൾ പൊക്കമുള്ള മൺകൂനകൾ മാത്രം. അത് ഭൂമിയുടെ പരപ്പിനെ നേർപ്രതലം അല്ലാതാക്കുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എൻ്റെ സംശയം അസ്ഥാനത്താക്കിക്കൊണ്ട് ഭീകരരൂപി ആടുകൾക്കിടയിൽ നിന്നും വാതിൽ തുറന്നിറങ്ങി വന്നു. അപ്പോഴാണ് ആ രൂപത്തിൻ്റെ ഭീകരത കൂടുതൽ വ്യക്തമായും അടുത്തു ഞാൻ കാണുന്നത്. ദേഹത്തും കയ്യിലുമൊക്കെ അഴുക്ക് പൊറ്റപ്പിടിച്ചതുപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. മുടിയിലും താടിയിലുമേയും അഴുക്കും ജടയും പറയേണ്ടതില്ല. കുളിച്ചിട്ട് ഒരു 5 വർഷമെങ്കിലും ആയിക്കാണുമെന്ന് തോന്നുന്നു. കയ്യിലെ നഖങ്ങൾ വികൃതമായി വളർന്ന് വളഞ്ഞ് അഴുക്കുകയറി കറുത്തിരിക്കുന്നു. വസ്ത്രങ്ങൾ കഴുകിയിട്ട് ഒരു നൂറ്റാണ്ടെങ്കിലും ആയി കാണണം. ഒരു അലൂമിനിയം പാത്രം നിറയെ പാലുമായിട്ടാണ് ഭീകരരൂപി ഇറങ്ങി വന്നത്. അതിൽ നിന്ന് കുറച്ചെടുത്ത് തന്നിട്ട് എന്തോ ഒന്ന് ഹിന്ദിയിൽ പറഞ്ഞു. അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതുപോലെ ചൂടുണ്ടായിരുന്നു.
ആടുകളുടെ മുലയ്ക്ക് ഇത്രയും ചൂടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോയി. എന്തായാലും ചൂട് പാലല്ലേ, കുടിച്ചോളാനായിരിക്കും പറഞ്ഞെന്ന് കരുതി ഞാനത് വാങ്ങിയ പാടെ മുത്തി കുടിച്ചു. തലേന്നത്തെ വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഒട്ടും ബാക്കി വെച്ചില്ല. ഭീകരരൂപി എൻ്റെ തലക്കിട്ടൊരു കിഴുക്ക് തന്നിട്ട് എന്തോ ഒന്ന് പുലമ്പി. എന്തോ ചോദിക്കാൻ ശ്രമിച്ചു. എന്തോ ദേഷ്യപ്പെടാൻ നോക്കി. ഭാഷയുടെ ഒരു വലിയ മതിൽക്കെട്ടിൽ തട്ടി അതെല്ലാം വിഫലമായപ്പോൾ അരിശം പിടിച്ച നിസ്സഹായതയോടെ ഒരു പാത്രം പാൽ കൂടി കോരിത്തന്നിട്ട് അത് അർബാബിന് കൊണ്ടുകൊടുക്കാൻ കയ്യാങ്കം കാണിച്ചു. ഞാൻ ആ പാൽപാത്രവുമായി അർബാബിൻ്റെ കൂടാരത്തിനകത്തേക്ക് ചെന്നു. അർബാബ് കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഭീകരരൂപിയിൽ നിന്നും ഏറെയൊന്നും വ്യത്യസ്തനായിരുന്നില്ല അർബാബും. വേഷം മുഷിഞ്ഞതും ദേഹം നാർന്നതുമായിരുന്നു. കുളിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അർബാബ് എഴുന്നേറ്റിരുന്ന് ഒരു കോട്ടുവാ വിട്ടു. പിന്നെ എൻ്റെ കയ്യിൽ നിന്നും പാത്രം വാങ്ങി ആ പാൽ മുഴുവൻ ഒറ്റവലിക്ക് കുടിച്ചു തീർത്തു. ഒരു 5 ലിറ്റർ പാലെങ്കിലും കാണുമായിരുന്നു ആ പാത്രത്തിൽ. പാൽപാത്രം തിരിച്ചു തന്നിട്ട് അർബാബ് എന്നോടെന്തോ ചോദിച്ചു. പതിവ് പോലെ എനിക്കൊന്നും മനസ്സിലായില്ല. ചോദിച്ച കാര്യം എനിക്കൊന്ന് മനസ്സിലാക്കി തരാൻ അർബാബ് ആവുന്ന പണിയൊക്കെ അറബിയിൽ നോക്കി. എൻ്റെ തലയിൽ അതിൻ്റെ ഒരു രശ്മി പോലും കടന്നു ചെന്നില്ല. അർബാബ് ദേഷ്യം കൊണ്ട് നിലത്ത് ചവിട്ടി. അപ്പോൾ മാത്രം അതുവരെ ഞാൻ മനസ്സിൽ കടിച്ചു പിടിച്ചിരുന്ന സങ്കടം കണ്ണീരായി പുറത്തു ചാടി. ഞാൻ അർബാബിൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തിനെന്ന് എനിക്കറിയില്ല. പക്ഷെ നിറഞ്ഞു നിറഞ്ഞു കരഞ്ഞു. അതുവരെ എന്നിലുണ്ടായിരുന്ന സങ്കടവും ദേഷ്യവും വിശപ്പും കരപൊട്ടി ഒഴുകിയതായിരുന്നിരിക്കണം. കരച്ചിലിനിടയ്ക്ക് എനിക്ക് പോകണം, എനിക്കിവിടെ വയ്യ, ഞാനീ പണിക്കല്ല വന്നത് എന്നൊക്കെ പദം പറയുന്നുണ്ടായിരുന്നു. അതൊന്നും അർബാബിന് മനസ്സിലാവുന്നില്ലെന്ന് അറിയാമായിരുന്നിട്ടും പറയുക എന്നത് എൻ്റെ ബാധ്യതയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ കരച്ചിൽ കണ്ട് അർബാബിന് അലിവ് തോന്നിയേക്കും എന്നായിരുന്നിരിക്കണം എൻ്റെ പ്രതീക്ഷ. പക്ഷേ അയാൾ എന്നെ കൂടാരത്തിന് പുറത്തേക്ക് ദേഷ്യത്തോടെ ഉന്തിത്തള്ളിവിടുകയാണ് ചെയ്തത്. ഞാൻ കരഞ്ഞു കൊണ്ടുതന്നെ ഭീകരൻ്റെ കട്ടിലിൽ ചെന്നിരുന്നു. ഭീകരരൂപി എന്തൊക്കെയോ തിരക്കുപിടിച്ച പണിയിലായിരുന്നു. ഞാനൊന്നും ശ്രദ്ധിച്ചതേയില്ല. എൻ്റെ മനസ്സും കണ്ണും നിറയെ കരച്ചിലായിരുന്നു. ജോലിക്കിടയിൽ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴും അകത്തേക്ക് കയറുമ്പോഴും ഭീകരരൂപി എന്നോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരികയോ എന്നെ സ്വാന്തനിപ്പിക്കുകയോ എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയോ ഒക്കെ ആയിരുന്നിരുന്നു എന്ന് ആ ശബ്ദത്തിൻ്റെ വകഭേദങ്ങളിൽ നിന്ന് ഞാൻ ഊഹിച്ചെടുത്തു. പക്ഷെ അപ്പോൾ പോലും ഭീകരരൂപിയുടെ മുഖത്തും ശബ്ദത്തിലും നിറഞ്ഞു നിന്ന നിർവികാരത അതെന്നെ ശരിക്കും അമ്പരിപ്പിക്കുക തന്നെ ചെയ്തിരുന്നു. നേരം കുറെ കൂടി വെളുത്തു. ചെരിഞ്ഞതെങ്കിലും സൂര്യപ്രകാശത്തിന് അന്നേരമേ നല്ല ചൂടുണ്ടായിരുന്നു. ഭീകരരൂപി വേലിക്കുള്ളിൽ നിന്നും ആടുകളെ തുറന്നുവിട്ടു. അവ എനിക്ക് ചുറ്റും തുള്ളിച്ചാടിക്കൊണ്ട് മരുഭൂമിയിലേക്ക് ഒലിച്ചുപോയി. ഭീകരരൂപി അവയെ പിന്തുടർന്നു. ഞാനവിടെ പിന്നെയും തനിച്ചായി. തലേന്ന് രാത്രി എന്നെ അവിടെ ഇറക്കിവിട്ടുപോയ എൻ്റെ സ്വന്തം അർബാബ് അപ്പോൾ അവിടേക്ക് ഒരു കാറിൽ വന്നിറങ്ങി. ഇന്നലത്തെ വണ്ടി പോലെ ആയിരുന്നില്ല അത്. കുറച്ച് ഭേദപ്പെട്ട ഒരു കാറായിരുന്നു. വലിയൊരു കാർ. വലിയൊരു കൂട്ടുകുടുംബത്തിന് യാത്ര ചെയ്യാൻ പാകത്തിനുള്ളത്. ഇന്നലത്തെ പഴഞ്ചൻ വണ്ടി ദൂരെ മാറ്റിയിട്ടിരിക്കുന്നത് അപ്പോൾ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. ഇന്നലെ രാത്രി അർബാബ് ഈ വണ്ടിയിൽ കയറിയായിരിക്കണം മടങ്ങിപ്പോയത്. എൻ്റെ സ്വന്തം അർബാബിനെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം തോന്നി. ഞാൻ അർബാബിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. തലേന്നത്തെ ദേഷ്യമൊന്നും മുഖത്തുണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ കണ്ട ഭാവം പോലും നടിക്കാതെ വണ്ടിയുടെ ഡിക്കിൽ നിന്നും എന്തൊക്കെയോ എടുത്തുകൊണ്ട് കൂടാരത്തിലേക്ക് നടന്നു. ഞാനൊരു നായയെപ്പോലെ വാലാട്ടിക്കൊണ്ട് പിന്നാലെയും. അർബാബുമാർ തമ്മിൽ കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ സ്നേഹവന്ദനങ്ങൾ പറഞ്ഞു. അതിനേതാണ്ട് 5 മിനിറ്റിന് ദൈർഘ്യമുണ്ടായിരുന്നു. പിന്നെ അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. ചിലപ്പോഴൊക്കെ അവരുടെ നോട്ടം എന്നിലേക്ക് പാറി വീണതിൽ നിന്നും അതെന്നെക്കുറിച്ചായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചെടുത്തു. ഒടുവിൽ രാത്രിയിലത്തെ അർബാബ് എന്തൊക്കെയോ കെട്ടിപ്പെറുക്കി വണ്ടിയുടെ ഡിക്കിൽ കൊണ്ടുവച്ചു. പിന്നെ സലാം കൊടുത്ത് ദൂരേക്ക് വണ്ടി ഓടിച്ചു പോയി. ഞാൻ അപ്പോഴും കൂടാരത്തിന് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. എൻ്റെ സ്വന്തം അർബാബ് എൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ തോളിൽ തട്ടി സമാധാനിപ്പിക്കുന്ന മട്ടിൽ എന്തൊക്കെയോ പറഞ്ഞു. അതെന്നെ സമാധാനിപ്പിച്ചില്ലെങ്കിലും എൻ്റെ കരച്ചിൽ കുറച്ചു. പിന്നെ അർബാബ് കൂടാരത്തിനുള്ളിൽ കയറി ഒരു പൊതിയഴിച്ച് ചപ്പാത്തി പോലെയുള്ള ഒരു സാധനം എനിക്ക് കൊണ്ടു തന്നു. ഗുബൂസ്. അർബാബ് പറയുന്നത് ഞാൻ വ്യക്തമായും കേട്ടു. അപ്പോൾ ഇതാണല്ലേ ഈ ഗുബൂസ്. ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ ആറ്റുവക്കത്തിരുന്നു പറയുന്ന വീരവാദ കഥകളിൽ ഞാൻ ചിലപ്പോഴെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ട്. ഗുബൂസ്. തിന്നോളാൻ അർബാബ് ആംഗ്യം കാണിച്ചു. ഞാൻ രാവിലെ പല്ലു തേച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രാഥമിക കർമ്മങ്ങൾ ഒന്നും നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിൽ ഞാൻ കാലത്ത് ആറ്റിലിറങ്ങി ഒന്ന് മുങ്ങിത്തോർത്തി വരാതെ അതെത്ര മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും കാപ്പിവെള്ളം പോലും കുടിക്കാറില്ല. പക്ഷേ അന്നെൻ്റെ എല്ലാ പതിവുകളും തെറ്റിക്കുന്നതിൻ്റെ തുടക്കമായിരുന്നു. കാലത്തു തന്നെ ഞാൻ പല്ലു തേക്കാതെ ഒരു കോപ്പ പാൽ കുടിച്ചു കഴിഞ്ഞു. 1.5 ദിവസം നീണ്ടുനിന്ന വിശപ്പ് എൻ്റെ ചിട്ടകളെല്ലാം മറക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ കൂടാരത്തിന് പുറത്തിരുന്ന് ഗുബൂസ് എന്ന പുതിയ ആഹാരം ആർത്തിയോടെ കടിച്ചു പറിച്ചു തിന്നു.
മുക്കാനോ തൊടാനോ കൂട്ടാൻ ഒന്നുമില്ലായിരുന്നു. അതിൻ്റെ ആവശ്യവും തോന്നിയില്ല. കാലത്തുണ്ടാക്കിയ ചൂടും മധുരവും ആ ഗുബൂസിനുണ്ടായിരുന്നു. ഓരോ തവണ കടിച്ചു കഴിയുമ്പോഴും ഗുബൂസ് ഗുബൂസ് എന്നിങ്ങനെ എൻ്റെ മനസ്സ് ആവേശത്തോടെ പുലമ്പിക്കൊണ്ടിരുന്നു. ആർത്തിയോടെ ഒരു 4 തിന്നുകഴിഞ്ഞപ്പോഴേക്കും ഇനി ഒരിക്കലും മായ്ക്കാനാവാത്ത വിധം ആ പേര് എൻ്റെ മനസ്സിനും വയറ്റിനും ഇടം നേടിക്കഴിഞ്ഞിരുന്നു. ഗുബൂസ്. തിന്നുകഴിഞ്ഞപ്പോൾ അർബാബ് എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുതന്നു. ഞാൻ അത് വാങ്ങി മുത്തി കുടിച്ചു. അർബാബ് പിന്നെയും ഒരു ഗുബൂസ് കൂടി എനിക്കു നേരെ നീട്ടി. ഞാൻ വേണ്ടെന്ന് ആംഗ്യം കാണിച്ചു. എൻ്റെ വയർ നിറഞ്ഞ് എനിക്ക് തൃപ്തിയായിരുന്നു. എനിക്ക് സന്തോഷം തോന്നി. അർബാബിൻ്റെ സ്നേഹത്തിൽ ഞാൻ സന്തോഷിച്ചു. അപ്പോഴേക്കും ഭീകരരൂപി ആടുകളെയും കൊണ്ട് തിരിച്ചു വന്നു. എല്ലാറ്റിനെയും കമ്പിവേലിക്കുള്ളിലേക്ക് ഓടിച്ചു കയറ്റി. പിന്നെ കൂടാരത്തിന് മുന്നിൽ വന്നിരുന്നു. അർബാബ് അവന് 5-6 ഗുബൂസ് കൊടുത്തു. ഒറ്റയിരുപ്പിന് പച്ചവെള്ളത്തിൽ മുക്കി അതെല്ലാം അവൻ തിന്നു തീർത്തു. ഒരു മൊന്ത വെള്ളവും കുടിച്ചു. പിന്നെ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി. തിന്നുകൊണ്ടിരുന്ന നേരത്തെല്ലാം ഞാൻ ആ ഭീകരരൂപിയുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. വേദനകളും ദുഃഖങ്ങളും എല്ലാം മുറഞ്ഞുപോയ ഒരു ജീവിതം മാത്രമാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. അവൻ ജോലി തുടരുകയായിരുന്നു, ഒരു നിമിഷത്തിൻ്റെ പോലും വിശ്രമമില്ലാതെ. അർബാബ് എഴുന്നേറ്റ് പോയി വണ്ടിക്കകത്തു നിന്നും ഒരു കുപ്പായവും ബൂട്ടും എനിക്ക് എടുത്തുകൊണ്ട് തന്നു. ഞാൻ ആ കുപ്പായം ഒന്ന് നിവർത്തി. അതിൽ നിന്നും പൂതലിച്ച ഗന്ധം കൊണ്ട് എനിക്ക് ഛർദ്ദിക്കാൻ തോന്നി. അത്രയ്ക്കും മുഷിഞ്ഞതും നാറിയതുമായിരുന്നു അത്. അർബാബ് എൻ്റെ ഉടുപ്പിലും പാൻറ്റിലും തൊട്ടിട്ട് ഷീലാദി ഷീലാദി എന്ന് പറഞ്ഞു. 1-2 തവണ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതഴിക്കാനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് അഴിച്ചു. വളരെ വിഷമത്തോടെ ആ നാറിയ കുപ്പായം ധരിച്ചു. നാട്ടിൽ നിന്നും വാങ്ങിയ പുതുപുത്തൻ ലതർ ഷൂ അഴിച്ചു. നാറിയ ബൂട്ട് ധരിച്ചു. സ്വയം നാട്ടത്തിലേക്കുള്ള ആദ്യ പ്രവേശനമായാണ് എനിക്കതിനെ തോന്നിയത്. മറ്റൊരു ഭീകരരീപിയാകാനുള്ള ആദ്യ ചവിട്ടുപടി. എല്ലാം അറിയാമായിരുന്നിട്ടും അർബാബിൻ്റെ നിർദ്ദേശങ്ങൾ അപ്പടി അനുസരിക്കാനാണ് എനിക്കന്നേരം തോന്നിയത്. കാരണം അല്പം മുൻപ് അർബാബ് എനിക്ക് തന്ന ഗുബൂസിനോട് ഞാൻ അത്രയും കടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഭീകരരൂപിയെ കൈ ചൂണ്ടിക്കൊണ്ട് അർബാബ് എന്തൊക്കെയോ അറബിയിൽ പറഞ്ഞു. അതിൽ നിന്നും മസറ എന്നൊരു വാക്ക് മാത്രമാണ് പിടിച്ചെടുക്കാൻ എനിക്കായത്. മസറ എന്നാൽ വെള്ളം എന്ന് അർത്ഥം ഗ്രഹിച്ച് ഞാൻ അനുസരണയോടെ ഒരു തൊട്ടിയെടുത്ത് ഭീകരരൂപിയെ അനുഗമിച്ചു. ടാങ്കിൽ നിന്നും വെള്ളം പിടിച്ചു. അകത്തേക്ക് കടന്ന് ആടുകൾക്കിടയിലൂടെ നടന്ന് ഒരു വലിയ തൊട്ടിയിൽ കൊണ്ടുചെന്നൊഴിച്ചു. ഏകദേശം 3 മീറ്ററോളം നീളവും 1 മീറ്റർ വീതിയും 1/4 മീറ്റർ പൊക്കവുമുള്ള ഒരു സിമൻ്റ് തൊട്ടിയായിരുന്നു അത്. ആടുകളെ ഇട്ടിരിക്കുന്ന കമ്പിവേലി പല കള്ളികളായി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കള്ളിയിലും 50 മുതൽ 100 വരെ ആടുകളുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 10-25 കള്ളികൾ. ഓരോ കള്ളിയിലും ഓരോ വെള്ളത്തൊട്ടികൾ. അതുകൂടാതെ വേറെയും തൊട്ടികൾ അതിലുണ്ടായിരുന്നു. ഒന്നിൽ പച്ചഗോതമ്പ്, മറ്റൊന്നിൽ പോച്ച, പിന്നൊന്നിൽ കച്ചി. ആടുകൾ ആവശ്യം പോലെ വന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ കൂടിനുള്ളിലെ തൊട്ടി നിറച്ചു കഴിഞ്ഞപ്പോൾ ഭീകരരൂപി രണ്ടാമത്തെ കൂടഴിച്ച് ആടുകളെ തുറന്നുവിട്ടു. അവ തുള്ളിക്കുതച്ച് പുറത്തേക്ക് ഒഴുകിപ്പോയി. അവയെ പിന്തുടർന്നു പോകുന്നതിന് മുൻപ് ആ കൂട്ടിലെ തൊട്ടി ചൂണ്ടിക്കൊണ്ട് അറബിയിലോ ഹിന്ദിയിലോ എന്തൊക്കെയോ പറഞ്ഞു. അതിൽ നിന്നും മായിൻ എന്നൊരു വാക്ക് മാത്രമാണ് പിടിച്ചെടുക്കാൻ എനിക്കായത്. എനിക്ക് സംശയമായി. മായിൻ? അതെന്താണ്? തൊട്ടിയോ വെള്ളമോ? എങ്കിൽ പിന്നെ അർബാബ് പറഞ്ഞ മസറ എന്താണ്? മസറയാണോ മായിനാണോ വെള്ളം? ആർക്കറിയാം. എന്തായാലും വെള്ളം നിറയ്ക്കാനാണ് എൻ്റെ പണി. അത് ചെയ്യുക തന്നെ. അവൻ ആടുകളെയും കൊണ്ട് മടങ്ങി വരുന്നതിന് മുൻപ് ഞാൻ ആ കൂട്ടിലേക്കുള്ള വെള്ളം നിറച്ചു കഴിഞ്ഞിരുന്നു. 3-ാമത്തെയും 4-ാമത്തെയും കൂടുകളിലും ഞാൻ അങ്ങനെ തന്നെ വെള്ളം നിറച്ചു. അതത്ര എളുപ്പപ്പണിയായിരുന്നില്ല. വെള്ളം കൊണ്ടു നടന്ന് നടുകഴിക്കാൻ തുടങ്ങിയിരുന്നു. ഉച്ചയിൽ വെയിൽ കത്താൻ തുടങ്ങിയതിൻ്റെ ചൂടും ദാഹവും വേറെയും. എന്തായാലും അടുത്ത കൂട്ടിലെ ആടുകളെയും കൊണ്ട് ഭീകരരൂപി പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അർബാബ് കൂടാരം വിട്ട് പുറത്തേക്ക് വന്നു. ഭീകരരൂപിയോട് എന്തൊക്കെയോ അറബിയിൽ പറഞ്ഞു. അവനതെല്ലാം തലകുലുക്കി കേട്ടു. പിന്നെ അർബാബ് എൻ്റെ അരികിൽ വന്ന് എനിക്കൊരു നീളമുള്ള വടി തന്നു. ഞാനത് ഇരുകൈയും നീട്ടി വാങ്ങി. ഒരു ആട്ടിടയനാകാനുള്ള സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ ഒന്നിച്ച് ആടുകളെയും കൊണ്ട് വെളിമ്പ്രദേശത്തേക്ക് നടന്നു. അല്പദൂരം ചെന്നപ്പോൾ അർബാബ് എന്നെ പുറകിൽ നിന്നും കൈകൊട്ടി വിളിച്ചു. ഞാൻ കൂടാരത്തിനടുത്തേക്ക് തിരിച്ചു ചെന്നു. അപ്പോൾ അർബാബ് എൻ്റെ കയ്യിൽ ഒരു സാധനം വെച്ച് തന്നു. ഞാനത് തിരിച്ചു മറിച്ചു നോക്കി. എൻ്റെ അറിവിൽ പെട്ടെടുത്തോളം അതൊരു ബൈനോക്കുലർ ആയിരുന്നു. എന്തിനാണ് അർബാബ് അതെനിക്ക് തന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. പിന്നെ ആടുകൾ എവിടെയെങ്കിലും ഓടിപ്പോവുകയാണെങ്കിൽ കണ്ടുപിടിക്കാനാവുമെന്ന് കരുതി ഞാനതുമായി ആടുകൾക്ക് പിന്നാലെ പോകാനാഞ്ഞു. ചൂഫ് ചൂഫ് എന്നൊരു വാക്ക് അർബാബ് പറഞ്ഞു. അതിലൂടെ നോക്കാൻ അർബാബ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. എനിക്ക് കൗതുകം തോന്നി. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു ബൈനോക്കുലർ കാണുന്നത്.
ഞാനതിൻ്റെ ഇരട്ടക്കണ്ണിലൂടെ നോക്കി. ഹോ, ഞാൻ അതിശയിച്ചു പോയി. എന്തൊരു വ്യക്തത! കിലോമീറ്ററുകളോളം ദൂരം അരികത്തു കാണിക്കുന്നത്ര വ്യക്തത. ദൂരെയായിക്കഴിഞ്ഞ ആടുകളുടെ ഓരോ പുള്ളിയും പൊട്ടും വരെ അതിൽ വ്യക്തമായി കാണാമായിരുന്നു. ചുറ്റോട് ചുറ്റുമുള്ള ഭൂമി ഒരു വട്ടം ഞാൻ നോക്കിക്കണ്ടു. എനിക്ക് സന്തോഷമായി. ചൂഫ്, അർബാബ് ചോദിച്ചു. ഞാൻ നല്ലതാണെന്ന് തലകുലുക്കി. അർബാബ് അതെൻ്റെ കയ്യിൽ നിന്നും വാങ്ങി കൂടാരത്തിനുള്ളിൽ കൊണ്ടുവച്ചു. പിന്നെ തലയണ പൊക്കി അതിനടിയിൽ നിന്നും ഒരു ഇരട്ടക്കുഴൽ തോക്ക് വലിച്ചെടുത്തു. പുറത്തേക്കിറങ്ങി ആകാശത്തേക്ക് വട്ടം പിടിച്ചു. വളരെ അകലെ കൂടി ഏതോ ഒരു പക്ഷി വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. ഉന്നം നോക്കി അർബാബ് വെടിപൊട്ടിച്ചു. കൃത്യം ആ പക്ഷി ആകാശത്തു നിന്നും നിലതെറ്റി വീഴുന്നത് ഞാൻ കണ്ടു. ഒരു ചിറികൂട്ടിയ ചിരിയോടെ അർബാബ് എന്നെ നോക്കി. ഞാൻ ഭയന്നുപോയിരുന്നു. ചൂഫ്, വീണ്ടും അർബാബ് ചോദിച്ചു. ഞാൻ അതേന്ന് തലകുലുക്കി. യാ അല്ലാ റോ! അർബാബ് എന്നെ ആടുകൾക്ക് പിന്നാലെ പറഞ്ഞുവിട്ടു. ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം എൻ്റെ ജീവിതം ആ ആടുകളുടെ ഇടയിൽ ബന്ധപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് ആ നിമിഷം എനിക്ക് പൂർണ്ണ ബോധ്യം വന്നു.